നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറക്കാവതല്ല മകനെ എന്നാണ് കവിതയുടെ പേര്. ഇതൊരു അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയൊരു കവിതയാണ്. ഞാൻ നേരിൽ കണ്ട ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ കവിതയാണ്. നല്ല പ്രായത്തിൽ വിദേശത്ത് പോയി ധാരാളം ധനമൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ വീടും കാറും എസ്റ്റേറ്റും സൗകര്യങ്ങളും എല്ലാം ആക്കി മക്കളെയെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിലൊക്കെ ആക്കി ഒടുവിൽ വിശ്രമ ജീവിതം സന്തോഷപ്രദമാക്കാമല്ലോ എന്ന തോന്നലോടുകൂടി നാട്ടിൽ മടങ്ങിയെത്തിയ ആ വ്യക്തി നേരിട്ടത് ഒരുപാട് അവഹേളനങ്ങളാണ്. അച്ഛൻ ഒരു ബാധ്യതയായി തീരുന്ന ഒരവസ്ഥ. ഉയർന്ന നിലയിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് വലിയ വലിയ നിലയിലൊക്കെ ആക്കി ഒരു മകൻ ഓസ്ട്രേലിയയിലും ഒരു മകൾ കാനഡയിലും വേറൊരു മകൻ അമേരിക്കയിലും ആയി കുടുംബസമേതം ജീവിക്കുമ്പോൾ വയസ്സായ അച്ഛനെയും അമ്മയെയും നോക്കാനും അവരെ പരിരക്ഷിക്കാനും മടിക്കുന്ന ഒരു കുടുംബം. ഒടുവിൽ ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ വിദേശത്ത് കഴിഞ്ഞ അദ്ദേഹം സ്വയം ചിന്തിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഒടുവിൽ അച്ഛൻ്റെ കാലിൽ ഒരു വ്രണം വന്ന് പഴുത്ത് പൊട്ടിയപ്പോൾ ആ ദുർഗന്ധം മൂലം അച്ഛനെ സ്വന്തം കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞ മകൻ ഒടുവിൽ ആ അച്ഛനെ സ്വന്തം പെങ്ങൾ തന്നെ അടിക്കുന്ന ഒരവസ്ഥ. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പട്ടടയിലേക്ക് പോകുമ്പോൾ ഇത്രയും കാലം തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യൻ്റെ ജീവിതം ദുഃഖ പര്യവസായിട്ടാണ് തീർന്നത്. തൻകടം പിൻകടം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്തു കൂട്ടുന്ന നന്മകളും തിന്മകളുമെല്ലാം ഭാവി തലമുറയും കണ്ടു തന്നെയാണ് വളരുന്നത്. അവരും അവരുടെ കാലം അടുക്കുമ്പോൾ അവരും ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ആ ദുഃഖവും ആ അനുഭവങ്ങളും അനുഭവിച്ചേ തീരൂ എന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എനിക്ക് പറയാൻ കഴിയും. അച്ഛനെ സ്വന്തം കാറിൽ കയറ്റാണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്ന മകൻ. ഒടുവിൽ ആ മകൻ്റെ ദുർഗതി ആരും അറിയാതെ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്ന് ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്. ഒടുവിൽ അന്വേഷിക്കുകയാണ് ഇതാരാണ്. ലാസ്റ്റിലെല്ലാം കഴിഞ്ഞ് തിരിച്ച ആ ദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വീട്ടിനുള്ളിൽ കയറ്റാതെ വീടിൻ്റെ ഉമ്മറക്കോലായി വീടിന് പുറത്തായി വയ്ക്കുകയാണ് ഉണ്ടായത്. കാലം എല്ലാത്തിനും കണക്ക് പറയും. നമ്മളാക്കിയ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ രക്തബന്ധത്തെ ഏത് തരത്തിലും സംരക്ഷിക്കുക എന്നുള്ളൊരു ധാർമ്മികമായിട്ടുള്ള കടമ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതാണ്. രക്തത്തിളപ്പിൻ്റെ പുറത്ത് വെട്ടിപ്പിടിക്കുന്നതും നേടുന്നതുമെല്ലാം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രീതി 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യ മനസ്സുകളെല്ലാം വിഭ്രാത്മകമാണ്. എല്ലാം സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ചിന്തകളും
ആര്, എങ്ങനെ, ബന്ധങ്ങൾ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മായ പോലെ, ഒരു ശീതക്കാറ്റ് പോലെ ഇങ്ങനെ കറങ്ങി ഈ ഭൂമിയിൽ നടക്കുന്നു. തെളിമ എന്നൊന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ്. അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയെയും ഓരോ തലത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥ നേരിട്ടതുകൊണ്ടും അത് മനസ്സിൽ തിങ്ങി നിറഞ്ഞതുകൊണ്ടും എഴുതിയൊരു കവിതയാണ് മറക്കാവതല്ല മകനെ. അതിലെ 3-4 വരികൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ബാല്യവും യൗവനവും, ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവൻ്റെ ശക്തിപീഠത്തിലിരിക്കുമ്പോൾ, ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവൻ്റെ ശക്തിപീഠത്തിലിരിക്കുമ്പോൾ, അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും, അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും, ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും നിനക്കു വേണ്ടി നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി, നിനക്കു വേണ്ടി നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി. ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവൻ്റെ ശക്തിപീഠത്തിലിരിക്കുമ്പോൾ, അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും നിനക്കു വേണ്ടി നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി. തുടർന്നും ഈ കവിത നിങ്ങൾ ആസ്വദിക്കുക, അതിൻ്റെ വിഷ്വൽസും കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ബാല്യവും കൗമാരവും യൗവനവും കടന്ന്, ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവന്റെ ശക്തിപീഠത്തിലിരിക്കുമ്പോൾ, ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവന്റെ ശക്തിപീഠത്തിലിരിക്കുമ്പോൾ, അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും, അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും നിനക്കു വേണ്ടി നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി, നിനക്കു വേണ്ടി നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി. കഠിനതപം ചെയ്തതിൻ്റെ പ്രയത്നത്തിൻ്റെ പ്രതീകമാണോ മനെ, കഠിനതപം ചെയ്തതിൻ്റെ പ്രയത്നത്തിൻ്റെ പ്രതീകമാണോ മനെ. പാശ്ചാത്യ സംസ്കാരത്തിൻ തീണ്ടലുമായി അച്ഛനെയും അമ്മയെയും തൊട്ടുനോവിപ്പതല്ല എന്നോർക്കുക മകനെ ഒരിക്കലെങ്കിലും. പാശ്ചാത്യ സംസ്കാരത്തിൻ തീണ്ടലുമായി അച്ഛനെയും അമ്മയെയും തൊട്ടുനോവിപ്പതല്ല എന്നോർക്കുക മകനെ ഒരിക്കലെങ്കിലും. കാലം നൽകിയ തേനമൃത് ഊട്ടി വളർത്തിയത് നന്മമരമായാണോ മനെ, കാലം നൽകിയ തേനമൃത് ഊട്ടി വളർത്തിയത് നന്മമരമായാണോ മനെ. കാർക്കിച്ചു തുപ്പുന്നത് കൊത്തി പെറുക്കിത്തുന്ന് ജീവിച്ച പക്ഷിരാജനെ പോലെ, കാക്കിച്ചു തുപ്പുന്നത് കൊത്തിപ്പെറുക്കിത്തുന്നു ജീവിച്ച പക്ഷിരാജനെ പോലെ.
നിന്നിലെ നിന്നെ താലോലിച്ച കരങ്ങളെ കാക്കുക ലോഭമില്ലാതെ. നിന്നിലെ നിന്നെ താലോലിച്ച കരങ്ങളെ കാക്കുക ലോഭമില്ലാതെ. അതാണ് ജന്മം കൊണ്ട് ധന്യമാം ജീവിതം സംപൂജ്യമാകുന്നതെന്ന് ഓർക്കുക മകനെ, എന്നുമെന്നും കാലാതീതമായി. ഓർക്കുക മകനെ, എന്നുമെന്നും കാലാതീതമായി. ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവന്റെ ശക്തി പീഠത്തിലിരിക്കുമ്പോൾ അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും നിനക്കു വേണ്ടി, നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി കഠിനതമം ചെയ്തതിന്റെ പ്രയത്നത്തിന്റെ പ്രതീകമാണോ മനെ? പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഇണ്ടലുമായി അച്ഛനെയും അമ്മയെയും തൊട്ടു നോവിപ്പതല്ല എന്നോർക്കുക മകനെ ഒരിക്കലെങ്കിലും. കാലം നൽകിയ തേനമൃത് ഊട്ടി വളർത്തിയത് നന്മമരമായാണോ മനെ? കാലം നൽകിയ തേനമൃത് ഊട്ടി വളർത്തിയത് നന്മമരമായാണോ മനെ? കാക്കിച്ചു തുപ്പുന്നത് കൊത്തിപ്പെറുക്കിത്തുന്നു ജീവിച്ച പക്ഷിരാജനെ പോലെ. നിന്നിലെ നിന്നെ താലോലിച്ച കലങ്ങളെ കാക്കുക ലോഭമില്ലാതെ. അതാണ് ജന്മം കൊണ്ട് ധന്യമാം ജീവിതം സംപൂജ്യമാകുന്നതെന്ന് ഓർക്കുക മകനെ, എന്നുമെന്നും കാലാതീതമായി. എത്രയോ മരങ്ങളിൽ ഇലകൾ കൊഴിയുന്നു, വീണ്ടും തളിർക്കുന്നു പലവട്ടം. എത്രയോ മരങ്ങളിൽ ഇലകൾ കൊഴിയുന്നു, വീണ്ടും തളിർക്കുന്നു പലവട്ടം. കൊഴിഞ്ഞു വീണവ മണ്ണിന് വളമായി ഇഴുകിച്ചേരുന്നു. കൊഴിഞ്ഞു വീണവ മണ്ണിന് വളമായി ഇഴുകിച്ചേരുന്നു. കാലാനുവർത്തിയായി ജീവിക്കുന്ന മഹാഗണിയും കാടിനു കുട ചൂടി നിൽക്കുമ്പോഴും നാം പിന്നിട്ട വഴികൾ മറന്നു പോകുന്ന കുലമാണ് മനുഷ്യകുലം എന്നോർക്കേണ്ടതാണ് മകനെ ഈ ജീവിത വീതിയിൽ. കാലാനുവർത്തിയായി ജീവിക്കുന്ന മഹാഗണിയും കാടിനു കുട ചൂടി നിൽക്കുമ്പോഴും നാം പിന്നിട്ട വഴികൾ മറന്നു പോകുന്ന കുലമാണ് മനുഷ്യകുലം എന്നോർക്കേണ്ടതാണ് മകനെ ഈ ജീവിതപാതയിൽ. ബാല്യവും കൗമാരവും യൗവനവും കടന്ന് ജീവന്റെ ശക്തി പീഠത്തിലിരിക്കുമ്പോൾ അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. അലയടിച്ചെത്തുന്നു ശീതക്കാറ്റായി പെറ്റമ്മയും അച്ഛനും. ശിരസിൽ തെളിഞ്ഞ വെള്ളിരേഖകൾ ഓരോന്നും നിനക്കു വേണ്ടി, നിന്നിലെ നിന്നെ വാർത്തെടുക്കാൻ വേണ്ടി. കഠിനതപം ചെയ്തതിന്റെ പ്രയത്നത്തിന്റെ പ്രതീകമാണോ മനെ? കഠിനതപം ചെയ്തതിന്റെ പ്രയത്നത്തിന്റെ പ്രതീകമാണോ മനെ? കഠിനതപം ചെയ്തതിന്റെ പ്രയത്നത്തിന്റെ പ്രതീകമാണോ